ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷണമുള്ള സംസ്ഥാനത്തിൻ്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്ക് 50,000 കോടിയുടെ വായ്പ നേട്ടവുമായി കുതിച്ചു ചാടുന്നു. രാജ്യത്ത് കൂടുതൽ വായ്പ നൽകിയ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ കേരള ബാങ്ക് ഒന്നാമത് എത്തിയിരിക്കുന്നു. പ്രമുഖ വാണിജ്യ ബാങ്കുകൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന 50,000 കോടിയുടെ വായ്പ ബാക്കി നിൽപ്പ് എന്ന ചരിത്ര നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 45 ബാങ്കുകളിൽ വായ്പ ബാക്കി നിൽപ്പ് 50,000 കോടിക്ക് മുകളിൽ എത്തിയ 5 ബാങ്കുകളിൽ ഒന്നാണ് കേരള ബാങ്ക്. കേരളം ആസ്ഥാനമായുള്ള ബാങ്കുകളിൽ വായ്പ ബാങ്ക് നിൽപ്പിൽ 2ാം സ്ഥാനവും കേരള ബാങ്കിനാണ്. സംസ്ഥാനത്തെ മൊത്തം ബാങ്ക് വായ്പയുടെ 8.42% കേരള ബാങ്ക് വഴി നൽകുന്ന വായ്പകളാണ്. കേരള ബാങ്കിന്റെ വായ്പ ബാക്കി നിൽപ്പ് ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉണ്ടായത്. 50,000 കോടി രൂപ പിന്നിട്ടത് രൂപീകരണ സമയത്ത് മൊത്തം വായ്പ 3,776 കോടി രൂപയായിരുന്നു. വ്യക്തികളും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും ഉൾപ്പെട്ട ഉപഭോക്താക്കളാണ് 50,000 കോടി രൂപയുടെ വായ്പാ വിതരണം ചെയ്തിരിക്കുന്നത്. മറ്റ് ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ നിന്നും സ്വരൂപിക്കുന്ന നിക്ഷേപം കേരളത്തിൽ തന്നെ വായ്പയായി വിതരണം ചെയ്ത് സംസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തേകുകയാണ് എന്നതാണ് ഈ വായ്പയുടെ പ്രത്യേകത. നിലവിൽ കേരള ബാങ്കിന്റെ വായ്പ നിക്ഷേപ അനുപാതം 75% ആണ്. ഇത് സംസ്ഥാനത്തെ മറ്റ് ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന വായ്പ നിക്ഷേപ അനുപാതമാണ്. മൊത്തം വായ്പയിൽ 25% കാർഷിക മേഖലയിലും 25% പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങൾക്കുമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗ്രാമീണ സാമ്പത്തിക മേഖലയുടെയും കാർഷിക ചെറുകിട സംരംഭക മേഖലയുടെയും വളർച്ചയ്ക്കും പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വായ്പകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ചെറുകിട സംരംഭക മേഖലയ്ക്ക് മാത്രം മൊത്തം വായ്പയുടെ 12.39% വായ്പ നൽകിയിട്ടുണ്ട്. 2004 ഡിസംബർ 31 വരെ 1,40,099 വായ്പകളിലായി 6,203 കോടി രൂപയാണ് ചെറുകിട സംരംഭക മേഖലയ്ക്ക് നൽകിയിട്ടുള്ളത്. രാജ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന്റെ 30%വും മൊത്തം വായ്പയുടെ 19%വും കേരള ബാങ്കിന്റെ സംഭാവനയാണ്. ഈ സാമ്പത്തിക വർഷം പുതുതായി അനുവദിച്ച 16,000 കോടി രൂപയുടെ വായ്പയിൽ 30,000 കോടി രൂപ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കാണ് അനുവദിച്ചിരിക്കുന്നത്. ബാങ്ക് അനുവദിച്ച സ്വർണ്ണ പണയ വായ്പ 10,000-ൽ 6,024 കോടി രൂപയാണ് ബാക്കി നിൽപ്പ്. ഇതിൽ 2,577 കോടി രൂപയും കാർഷിക സ്വർണ്ണ പണയ വായ്പ ഇനത്തിലാണ്. നബാർഡിന്റെ ക്ലാസിഫിക്കേഷനിൽ വന്ന കുറവ് കേരള ബാങ്കിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന പ്രചരണം തെറ്റിച്ചുകൊണ്ട് വായ്പാ വിതരണത്തിൽ നിരവധി കോടിയുടെ വർധനമാണ് താൻ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമൂലം പ്രമുഖ വാണിജ്യ ബാങ്കുകൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന 50,000 കോടി രൂപയുടെ വായ്പ ബാക്കി നിൽപ്പ് എന്ന ചരിത്ര നേട്ടവും കൈവരിക്കാൻ കേരള ബാങ്കിന് കഴിഞ്ഞു. കേരള ബാങ്കിൽ കേരള സമൂഹത്തിനുള്ള വിശ്വാസ്യത വെളിപ്പെടുത്തുന്ന തരത്തിൽ നിക്ഷേപത്തിലും വൻ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിക്ഷേപത്തിൽ ഈ സാമ്പത്തിക വർഷം 1,600 കോടി രൂപ വർധനവുണ്ട്. വ്യക്തികൾക്കും സംഘങ്ങൾക്കും ഒരേ നിരക്കിൽ നിക്ഷേപ പലിശ ലഭിക്കുന്ന തരത്തിൽ റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നവംബർ മാസത്തിൽ പലിശ ഏകീകരണം നടത്തി. നിലവിൽ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശ നൽകുന്നത് കേരള ബാങ്കാണ്. മുതിർന്ന പൗരന്മാർക്ക് 8.75% പലിശ ലഭ്യമാണ്. കർഷകരുടെ ഉന്നമനവും കാർഷിക പുരോഗതിയും ലക്ഷ്യമാക്കി കേരള ബാങ്കിന്റെ മേൽനോട്ടത്തിൽ കേരളത്തിൽ 100 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ ആരംഭിക്കുന്ന പദ്ധതിയിൽ വിവിധ ജില്ലകളിലായി 29 FPOകൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളും സേവനങ്ങളും ആരംഭിക്കുന്നതിന് 1% പലിശ നിരക്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് നൽകിയ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വായ്പാ പദ്ധതികളിൽ 56 പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലൂടെ മെച്ചപ്പെട്ട സേവനം ലക്ഷ്യമാക്കി കേരള ബാങ്കും മിൽമയും ധാരണാപത്രം ഒപ്പിട്ട് വെച്ചു കഴിഞ്ഞു. ക്ഷീര കർഷകർക്കായി 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ക്ഷീരമിത്ര വായ്പയും മിൽമ ഡീലർമാർക്കായി 1 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഫ്രാഞ്ചൈസി ക്യാഷ് ക്രെഡിറ്റ് ലോണും കുറഞ്ഞ പലിശ നിരക്കിൽ അനുവദിക്കുവാൻ ധാരണയായിട്ടുണ്ട്. കേരള ബാങ്കിന്റെ 823 ശാഖകളുടെയും മിൽമയുടെ കീഴിലുള്ള
10.6 ലക്ഷത്തിലധികം ക്ഷീരകർഷകർക്കും 30,000-ലധികം ഡീലർമാർക്കും വായ്പ ലഭിക്കും. സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി മാറിയ ഒന്നായിരുന്നു കേരള ബാങ്ക്. 2019 ഒക്ടോബർ 7-ന് 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്.